99 വയനാട്ടിൽ നിന്ന് പ്രിയങ്ക കൂടെ ജയിച്ചാൽ ജയിക്കുന്ന കോൺഗ്രസ് എംപിമാരുടെ എണ്ണം 100 ആവും. ജയിക്കുന്നതാണ് പറഞ്ഞത്. ചില ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നും വന്ന് കൂടിയിട്ടുണ്ട്, വരും, ചിലപ്പോൾ പോവും. അത് കൂട്ടാതെ 100 ആവും. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ്സിന് ഈ 100 എംപിമാർ തന്നെ ഉണ്ടാവുമോ? ആ കാര്യത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. BJP കൊണ്ടുപോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ കേസ് വരും എന്നുള്ളത് ആ 8500 രൂപയുടെ ഗഡാക്കട്ട് ട്രാൻസ്ഫർ അല്ലേ, മഹാലക്ഷ്മി സ്കീം 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്നു. ഗഡാഗട്ട് സ്കീം എന്ന് പറഞ്ഞിട്ട് 8500 രൂപ മാസം, വർഷത്തിൽ 1 ലക്ഷം രൂപ. ഇത് അന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നമാവുന്നുള്ള സംശയം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഉള്ളതാണ്. കാരണം ബ്രൈബ് അത് ഏത് തരത്തിൽ, അത് വാഗ്ദാനം ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ ഇവർ ചെയ്തത് പ്രോമിസറി നോട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാരണ്ടി കാർഡ് എന്നൊക്കെ പറയുന്ന സാധനം കൊടുത്തിട്ട് ഇപ്പോൾ DCC ഓഫീസുകളിലും കോൺഗ്രസ് ഓഫീസുകളുടെ മുമ്പിലൊക്കെ സ്ത്രീകളുടെ വലിയ ക്യൂ ഉണ്ട്. അത് മേടിച്ചിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെ, അത് ലക്നൌവില്. അതെ. അപ്പോൾ അങ്ങനെയുള്ള രേഖകളെല്ലാം അല്ല, ഇവർ ഭരണം കഴിഞ്ഞതൊരു ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ UP യിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് സംസാരിച്ചു. ഇവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ മഹാലക്ഷ്മി സ്കീം ഖടാഖട്ട് അക്കൗണ്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥികൾ അതൊന്ന് അമെൻഡ് ചെയ്തു. ഭരണം കിട്ടിയാലെന്നുള്ളത് ഞാൻ ജയിച്ചാൽ ഉണ്ടാക്കി. ഓരോ സ്ഥാനാർത്ഥിയും താൻ ജയിച്ചാൽ കൊടുക്കും. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇയാളുടെ ഫോട്ടോ വെച്ച് പ്രോനോട്ട് പോലെ തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്തു, പ്രോമിസറി നോട്ട് കൊടുത്തു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമം 123(1) അതിൽ പറയുന്നുണ്ട് കറപ്ഷൻ ആണിത്, ബ്രൈബാണിത് എന്ന് പറയുന്നുണ്ട്. ബ്രൈബറി ഈസ് എനി ഗിഫ്റ്റ്, ഓഫർ ഓർ പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രൈബറി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റ് അല്ലെങ്കിൽ വേറൊരാൾ, ഇവർ ചുമതലപ്പെടുത്തുന്ന ആൾ, അവർ കൊണ്ടുപോയിട്ട് ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് എല്ലാം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോഴയായിട്ടാണ് കരുതുന്നത്. ഏത് സമ്മാനവും കോഴയാണ്. എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ട് പോവാം, പക്ഷേ ഇതിൻ്റെ അകത്ത് രേഖ വന്നുപോയി ഞങ്ങളിത് കൊടുക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് കോഴയുടെ മേഖലയിലാണ് വരുന്നത്, ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ടറെ സ്വാധീനിക്കാനും അയാളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാനും ഒക്കെ നടത്തിയ ശ്രമമാണിത് ആ നിയമപ്രകാരം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കേസിന് പോകാൻ പോകുന്ന ആൾ ഹദോർ ആനന്ദ് വക്കീലാണ്. നിയമപ്രകാരം അദ്ദേഹം രാഷ്ട്രപതി മുർമുവിന് എഴുതിയിട്ടുണ്ട്. അവർ ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ഇതിൽ ഇങ്ങനെ ഇപ്പോൾ DCC ഓഫീസുകളിലൊക്കെ ക്യൂവിലൊക്കെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസർ ലക്നൌവില്, അതെ, ആ ഓഫീസുകളിലൊക്കെ വന്നിരിക്കുന്ന പലരും മുസ്ലിം സ്ത്രീകളാണ്. അതെ അതെ, വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു, പർദ്ദയൊക്കെ ഇട്ട് ബൂർഖയൊക്കെ ധരിച്ച സ്ത്രീകൾ. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ധാരാളം ക്യൂകൾ വന്നിട്ടുണ്ട്. ഞാൻ വായിച്ച് പത്രങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ വടക്കേ ഇന്ത്യൻ പത്രങ്ങളിൽ, ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ പറഞ്ഞത്, സ്ഥാനാർത്ഥിയുടെ ആളുകളും പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ 5 പെണ്ണുങ്ങളുണ്ടെങ്കിൽ 5 പേർക്ക് കിട്ടും 5 ലക്ഷം രൂപ. പിന്നെ നിങ്ങൾക്ക് ഭാര്യമാർ 2, 3, 4 വരെ ആവുമല്ലോ, അത്രയും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ടും. അതെ, കൂടുതൽ അതാണ് മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അവർ സാധാരണഗതിയിൽ ഇത് ആ കാരണവത്തിയായിട്ടൊരു സ്ത്രീ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് ഈ മഹാലക്ഷ്മി സ്കീം അനുസരിച്ചെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതും ചെയ്തിട്ട് മഹാഭാവമാണ്. മഹാലക്ഷ്മി എന്ന് പേരിട്ടിട്ട് തേക്കുന്ന പരിപാടിയായിപ്പോയി. രാഹുൽ ഗാന്ധി, ഖർഗെ, പ്രിയങ്ക, സോണിയ ഇവരുടെയൊക്കെ പേര് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഈ വാഗ്ദാനം ചെയ്തവരിൽ പെടും. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ തരുന്ന ഉറപ്പ്. അപ്പോൾ ഈ പ്രിയങ്ക വയനാട്ടിലേക്ക് വരുന്നത് ഈ കേസ് മുകളിൽ തൂങ്ങുന്ന അവസ്ഥയിലാണ് ഈ വരുന്നത്. അതിന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം ഇത് പറ്റിക്കൽ പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ അത് ക്യാമ്പയിൻ ചെയ്തിട്ടില്ല, പ്രോമിസറി നോട്ടൊന്നും കൊടുത്തില്ല. കൊടുത്ത ഊരറിയും. അപ്പോൾ ഇങ്ങനെ 99 പേരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ആദ്യത്തെ നടപടിയാണ് ജനപ്രാതിനിധ്യ നിയമം 146 അനുസരിച്ചിട്ട് റദ്ദാക്കാം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ രേഖകളുണ്ട്. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞു. പക്ഷേ ഇത് BJP ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ സാറേ.
BJP പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരാൾ കൊടുത്തതിന്റെ പിന്നിൽ BJP ഇല്ല എന്നൊന്നും വിചാരിക്കാൻ. അത് അല്ല, കോൺഗ്രസ് ആണെങ്കിൽ വലിയ മനു അഭിഷേക് സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പ്രബലന്മാരെ അവ ചെയ്യുന്നത്. BJPക്ക് ആരും ഇല്ല. അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു. BJPയുടെ സൈഡിൽ ആരാണ്? ഹരീഷ് സാൽവെ ഉണ്ട്, അതേ ഇന്ത്യയിലില്ല. BJPക്ക് ഈ രണ്ട് രംഗത്ത് ആളുകളില്ല, കൊള്ളാവുന്ന നിയമരംഗത്ത് ആളില്ല. ഇപ്പോഴും ഞാൻ കേൾക്കുന്നത് കഴിഞ്ഞ 10 വർഷം പൂർത്തിയാക്കിയ മോദി സർക്കാരിൻ്റെ കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരായിട്ടിരിക്കുന്നവരിൽ ബിനോയ് വിശ്വത്തിൻ്റെ മകൾ വരെ ഉണ്ടായിരുന്നു. അതുണ്ടല്ലോ. അങ്ങനെയുണ്ട്. മാത്രമല്ല ഇത്തവണ കൊടുത്തതിൽ 2 സുഡാപ്പികൾ ഉണ്ടെന്നും അറിയപ്പെടുന്ന അതാണ്. അപ്പോൾ വളരെ ഈ ലീഗൽ സൈഡ് BJPയുടെ വളരെ വീക്കായിരുന്നു. BJPയിൽ കൊള്ളാവുന്ന വക്കീലന്മാരില്ലാണ്ടൊക്കെ ഉണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ വെച്ച് റീപ്ലേസ് ചെയ്ത് അവരുടെ സേവനം നേടിയെടുക്കുന്നതിൽ വലിയ പരാജയം വന്നു. പിന്നെ മറ്റൊന്നാണ് സാംസ്കാരിക രംഗം. ഇവിടെ നാരേറ്റീവ്സ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ജെറ്റ്മലാനിയുടെ മകൻ, പിന്നെ മീനാക്ഷി ലേഖി, ഇവരൊക്കെ വക്കീൽമാരാണ്. പക്ഷേ ഈ ഇത്തരം ഓരോ നാരേറ്റീവ്സ്, വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നു, സംവരണം എടുത്തു കളയും, RSS BJP പ്രശ്നം, അല്ലെങ്കിൽ ഭരണഘടന മാറ്റും, ഇങ്ങനെയുള്ള കുറേ കാമ്പയിൻസ് ധ്രുവ് റാത്തിയെ പോലെയുള്ള ആളുകളെ ഉപയോഗിച്ച് സോറോസിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ധ്രുവ് റാത്തി എന്ന് വളരെ വ്യക്തമായി തെളിവുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു നാരേറ്റീവ്സിനെ മറികടക്കാൻ സാംസ്കാരിക മേഖലയിൽ നോക്കൂ. നമ്മുടെ വർക്കലയുടെ മകളായിരുന്നു, CPM നേതാവ് ആശാൻ്റെ മകളായിരുന്നു കേരളത്തിലെ ഫിലിം സെൻസർ ബോർഡിൻ്റെ അധ്യക്ഷ. ഭാഗ്യലക്ഷ്മി അംഗമാക്കിയിരുന്നു മോദി ഭരിക്കുന്ന സർക്കാരിൽ. അപ്പോൾ സാംസ്കാരിക അക്കാദമികൾ കേരളത്തിൽ CPM-ഉം LDF-ഉം UDF-ഉം അധികാരത്തിൽ വന്ന ആദ്യം ചെയ്യുന്ന അവരെ പിരിച്ചുവിട്ട് ഇവരുടെ ആളുകൾ വെച്ച് കേരളത്തിലെ സാഹിത്യ അക്കാദമിയും സംഗീത അക്കാദമിയും ഒക്കെ ചെയ്യും. അതിനകത്തൊരു കുഴപ്പമില്ല. BJPയുടെ കാലത്ത് കേന്ദ്രത്തിൽ ഇവർ തന്നെയാണ്. എന്നിട്ട് അവിടെ നമ്മുടെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ, നമുക്ക് ബഹുമാനമുള്ള ആളാണ്, അദ്ദേഹം എന്താ ചെയ്ത് അവിടെ ഒരു മന്ത്രിയെ വിളിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം അംഗത്വം രാജിവെച്ചു, വിശിഷ്ടാംഗത്വം. എന്നാൽ ഇവിടെ പരമരാഷ്ട്രീയക്കാരെ വെച്ച് നിയമിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. ഇല്ല, കാരണം അദ്ദേഹത്തിന് ഇവിടുത്തെ പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് BJPയുടെ ഈ ലീഗൽ സെല്ലും കൾച്ചറൽ വിങ്ങും വളരെ മോശമായിരുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ 2 മേഖല അതാണ് വിദ്യാഭ്യാസവും. വിദ്യാഭ്യാസത്തിൽ കുറേ കറക്ഷൻസ് വരുന്നുണ്ട്. ഒരു കാര്യവും സാംസ്കാരിക രംഗത്ത് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോൾ ബാക്കിയാണ്. അപ്പോൾ അപ്പോഴാണ് സാർ ഈ നിയമപ്രശ്നം വന്നത്. ഈ 230 അല്ലേ NDA അല്ല ഇന്ത്യ മുന്നണിക്ക് മൊത്തം ഉള്ളത്. അതിലും മറ്റേ 29 TMCയുടെ മമത കൂട്ടത്തിലുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നു മമത കൂടെ ഉണ്ടെന്ന്. മമത പറഞ്ഞിട്ടില്ല ഞാൻ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മമത ആകെ പറഞ്ഞത് മോദി വന്നത് ശരിയായില്ല, നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണം, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മുന്നണിയുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നും മമത ഇപ്പോഴും പറഞ്ഞില്ല. അവർ ഈ 29 കൂട്ടിയിട്ടാണ് മനപ്പായസം കൂടുന്നത്. പക്ഷേ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ മുന്നണി, ഇന്ത്യ മുന്നണി ഇതുപോലെ തുടരും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാണുന്ന ഒരു മാറ്റം ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഞാൻ കാണുന്നത് ശിവസേനകളുടെ ലയനമാണ്. അതൊക്കെ ഉണ്ടാവാം. ശിവസേന, ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ലയിക്കും. ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി NDAയുടെ മുഖ്യമന്ത്രിയായി തിരിച്ചു വരാം. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയ്ക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നലെ BJPയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ഈ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും തന്നെയാണ് കാണുന്നത്. അതെ, ഞാൻ കാണുന്നത് ശിവസേനകൾ ഒന്നാവുന്നു. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന NDA മുന്നണിയിലേക്ക് വരുന്നു. ഫട്നാവിസ് BJP അധ്യക്ഷനാവുന്നു. ഷിൻഡെ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൻ്റെ മന്ത്രിയാവുന്നു. ഫോർമുല അങ്ങനെ ഉണ്ടാവും. കാരണം ഈ അമിത്ഷായുമായിട്ടെ ഈ മഹാരാഷ്ട്രയിലെ എല്ലാ നേതാക്കളുടെ ഒരു ചർച്ച ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്നുണ്ട്. അത് അവിടുത്തെ ഈ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ ഷിൻഡെ, ഫട്നാവിസ് എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു വിപുലമായ സമ്മേളനമാണ് അമിത്ഷായുമായിട്ട് നടക്കുന്നത്. അത് ചുമ്മാ നടക്കുന്നതല്ലല്ലോ. അതെ, എന്തായാലും മഹാരാഷ്ട്ര ഹിന്ദുത്വ ഫോഴ്സിൻ്റെ ഒരു കേദാരഭൂമിയായിരുന്നു. അവിടെ ആ പ്രാമുഖ്യം നഷ്ടപ്പെടുന്നത് BJPക്കും സഹിക്കില്ല, ശിവസേനയ്ക്കും സഹിക്കില്ല. BJPയുടെ സ്വാഭാവിക അലയാണ് അത്. ശരിക്കും ശിവസേന പറയുന്നുണ്ടല്ലോ, ശരിക്കും ഇന്ത്യയുടെ ഒരു ഹൃദയം പോലെ, ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ ഉത്തർപ്രദേശിനെ പറയുമെങ്കിലും
ഇതൊരു വ്യവസായ തലസ്ഥാനമല്ലേ? അതെ അതെ അതെ. പഴയതും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മഹാരാഷ്ട്ര മുന്നോട്ട് പോയാൽ മഹാരാഷ്ട്രയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. മഹാരാഷ്ട്രയിൽ മറ്റേ അശ്വിനി വൈഷ്ണവിനെയും മറ്റേ ഭൂപേന്ദ്ര യാദവിനെയാണ് വെച്ചിരിക്കുന്നത്. സീനിയറായ നേതാക്കളെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ ഇങ്ങോട്ട് വരികയും അജിത് പവാർ തിരിച്ച് ശരത് പവാർ പക്ഷത്തേക്ക് പോവുകയും ചെയ്ത ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് അജിത് പവാറിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള സാധ്യത ഞാനും കാണുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഡി എ കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് അത്യാവശ്യമുള്ള പ്രഫുൽ പട്ടേൽ സഹമന്ത്രിയാകാം, ക്യാബിനറ്റ് ഇല്ല വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ തിരിച്ചു പോയി വീണ്ടും ശരത് പവാറിൻ്റെ കൂടാം, ഉദ്ധവ് താക്കറെ തിരിച്ചിങ്ങോട്ടും വരാം. അജിത് പവാറിന്റെ ഭാര്യ തന്നെ തോറ്റുപോയില്ലേ, സുനേത്ര. ടൈം വെച്ചാൽ മതിയല്ലോ. വേണമെങ്കിൽ ഷിൻഡെ BJP ചേരട്ടെ, സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഷിൻഡെ ഈ പറഞ്ഞ പോലെ, കാരണം ഷിൻഡയുടെ മേഖലയായ പൂനെ, താനെ തുടങ്ങിയ കല്യാൺ ഇവിടെയൊക്കെ ഷിൻഡെ പക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. വലിയ തിരിച്ചടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ജനങ്ങൾ നിങ്ങൾ വിഭജിച്ചത് ശരിയായില്ല എന്നാണ് ജനങ്ങൾ. അതാണ് ആ ചുമരെഴുത്ത് വായിക്കണമല്ലോ അവര്. അതുകൊണ്ട് ഒന്നിച്ചു ചേർന്ന് ആ ഒരു ഹിന്ദുത്വ ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ ഒരു ഫോർമുല വെക്കാം. ഉദ്ധവ് താക്കറെ അപ്പം ഷിൻഡെ പക്ഷത്തിനാണ് യഥാർത്ഥ ശിവസേനയെന്നും ചിഹ്നവും കിട്ടിയിരിക്കുന്നത്. കോംപ്രമൈസ് എന്ന നിലയിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി, ഷിൻഡെ പാർട്ടിയുടെ നേതാവ്, പാർട്ടി ചീഫ്, അങ്ങനത്തെ ഫോർമുലയും വെക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഏതായാലും 5 വർഷം ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ശിവസേന പുലർത്തിയതും NCP പുലർത്തിയതും, അതിന് തിരിച്ചടി ഉണ്ടായി. അതുപോലെ തമിഴ്നാട്ടിലെ ADMK മുന്നണി ബന്ധം അവസാനിപ്പിച്ചതും തിരക്കെട്ടായിപ്പോയി. കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്യേണ്ടായിരുന്നു. ഒരു കാര്യം അതുകൊണ്ടുണ്ടായി, 20% വോട്ടുണ്ടെന്ന് തെളിഞ്ഞു. ഓക്കെ, പക്ഷേ ADMKയും BJPയും കൂടെ ഒന്നിച്ച് മത്സരിച്ചതെങ്കിൽ 10 സീറ്റുകൾ മിനിമം കിട്ടിയേനെ. അത് സീറ്റ് നമ്പർ വളരെ പ്രധാനമാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇപ്പം ശശികല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശശികലയെ ഇറക്കുന്നത് BJP ആണോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ BJP പണി തുടങ്ങിയിട്ടുണ്ട്. അതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മറ്റൊന്നുകൂടെ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. ഇന്ത്യ മുന്നണിയുടെ, സാറിൻ്റെ അഭിപ്രായം എനിക്കറിയാം, എൻ്റെ പ്രൊഡിക്ഷൻ ഇതാണ്. അതിനെക്കുറിച്ച് സാറിന് അതിന് കൗണ്ടർ ചെയ്യാം, എന്നെ ചീത്ത വിളിച്ച് ഓടിക്കാം. പക്ഷേ ഞാൻ പറയുന്നു ഇന്ത്യ മുന്നണി, ഞാൻ സ്വകാര്യമായിട്ട് വിളിച്ചു, ഫോൺ നമ്പർ ഉണ്ടല്ലോ, മൈ ഫോൺ നമ്പർ ഈസ്. അപ്പോൾ സാറേ ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണി 1 വർഷത്തിനുള്ളിൽ ഈ അംഗബലം ഉണ്ടാവത്തില്ല. അതുണ്ടാവില്ല. അത് ചെതറി പല കഷ്ണങ്ങളായിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന യാതൊന്നും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ രാജ്യാന്തര ബന്ധങ്ങൾ മുഴുവൻ, സോറോസ് മാത്രമല്ല, സ്വീഡനിൽ നിന്നും ഇതുപോലത്തെ ചില സോറോസ് പോലത്തെ ആളുകൾ ഇറങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഒരുപാട് ആയുധം വിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെയും ഈ ഫോറം ഫോർ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ, ഇപ്പോൾ മോദിക്കെതിരെ ലേഖനങ്ങളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അവരും. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള സകല ഗൂഢാലോചനകളും പുറത്തു വരുന്നുണ്ട്. സോറോസുമായിട്ടുള്ള ബന്ധമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വരുന്നുണ്ട്. മറ്റേ ആൾ പൊളിഞ്ഞുപോയി, ആര്, കെജ്രിവാൾ. അതെ, മറ്റേ മാതാപിതാക്കളെയൊക്കെ നമസ്കരിച്ചിട്ട് ജയിലിലേക്ക് പോയ ഒരു ഭഗത് സിംഗിനെ പോലെ പോയതാണ്. ഭഗത് സിംഗ് ഉണ്ടായിരുന്ന തല്ലിക്കൊന്നേരെ. അതുപോലെ ഇപ്പൊ പ്രജ്വൽ രേവണ്ണയും പോയതോടുകൂടി ആ ഭാഗവും വൃത്തിയായിട്ട് കിട്ടി മറ്റേ NDAക്ക്. അതുപോലെ ഈ ഇന്ത്യ മുന്നണിയിൽ ഈ നേതൃത്വമൊന്നും ശരിയല്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരെ പല ആളുകളും BJPയിൽ ഇൻഡിവിജ്വലായിട്ട് ചേരുകയോ, പാർട്ടികൾ പല മോഹങ്ങളും ഉണ്ടാവും, അവർ NDAയിലേക്ക് ചേരുകയോ ഒക്കെയാണ് ഉണ്ടാവുക അടുത്ത 1 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക്. നമുക്ക് കാത്തിരുന്ന് കാണാം.